ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടെയിൽ. ഇവരുടെ മാരേജിന്റെ കോൺട്രാക്ട് ലീക്ക് ആയത് കാണിച്ചുകൊണ്ടാണല്ലോ കഴിഞ്ഞ എപ്പിസോഡ് എൻഡ് ചെയ്തത്. ഇയാൻ അവളെ സ്റ്റേജിൽ നിന്നും കൊണ്ടുവരും. അവരവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ പുറത്തൊക്കെ സ്റ്റുഡൻസ് ആണെന്നും അവരുടെ സെക്യൂരിറ്റീസ് കുറച്ചേ ഉള്ളൂ എന്നൊക്കെ ഹ്യോങ് പറയുമ്പോൾ ആദ്യം ഇയാൻ പോകാം, പിന്നീട് ഹീജു വന്നാൽ മതി എന്ന് ഇയാൻ പറയും. ഇയാൻ അത് പറയുന്നത് കേട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാമെന്ന് ഹീജു പറയും. പ്രോഗ്രാം നടന്ന സ്കൂളിന് പുറത്ത് സ്റ്റുഡൻസും മീഡിയാസും എല്ലാവരും അവരെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. മീഡിയാസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഹ്യോങ്ങും ദോയും കൂടി അവരുടെ ഫേസ് ഒന്നും കാണിക്കാതെ ഇയാനും ഹീജുവുമാണ് പോകുന്നത് എന്ന് മീഡിയാസിനെ കാണിക്കാൻ വേണ്ടി അവർ കാറിലേക്ക് പോകും. മീഡിയാസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ നടത്തിയ പ്ലാനിങ് ആയിരിക്കും ഇത്. ആ തിരക്കിനിടയിൽ വരുമ്പോൾ അവർ കൈയൊക്കെ പിടിച്ചിട്ടായിരിക്കും വരുന്നത്. കാറിൽ കയറി അവർ കൈയൊക്കെ വിടും. അവര് പാലസിലെത്തുമ്പോൾ ഇയാനും ഹീജും എവിടെയെന്ന് ക്യൂൻ മദർ ചോദിക്കുന്നത് കേട്ട് ഹ്യോങ് അത് പറയാൻ പോകുന്നുണ്ടെങ്കിലും അത് പറയാതിരിക്കാൻ വേണ്ടി ദോ അവനെ ഇടിക്കും. ഇവിടെ മിന്നാണെങ്കിൽ അവരെ ബാക്ക് സൈഡിലൂടെ കൊണ്ടുവരാണ്. ഈ പ്രശ്നത്തിന്റെ പേരിൽ അവിടുത്തെ സ്റ്റാഫ് എല്ലാം അത് സോൾവ് ചെയ്യാൻ വേണ്ടി അവിടേക്കും ഇവിടേക്കും ഓടുന്നതൊക്കെ കണ്ട് ഹീജു ആകെ പാനിക് ആകും. ഇയാൻ അവളുടെ കൈ പിടിച്ച് അവളെ ആശ്വസിപ്പിക്കുന്നതൊന്നും മിന്നിന് അത്രയ്ക്ക് ഇഷ്ടമാവില്ല. മിന്നല്ലാതെ വേറെ ആർക്കെങ്കിലും ഈ കോൺട്രാക്റ്റിനെ കുറിച്ച് അറിയുമോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഹ്യോങ്ങിനും ദോക്കും മാത്രമേ അറിയൂ എന്ന് അവർ പറയും. റോയൽ സെക്രട്ടറീസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നും അവരോട് ഡിസ്കസ് ചെയ്താലും അവർ സൈലന്റ് ആയിരിക്കാനേ പറയൂ എന്നൊക്കെ മിൻ പറയുന്നത് കേട്ട് ഇത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ടും ഞങ്ങൾ സൈലന്റ് ആയിരിക്കണോ? ഇത് പിന്നീട് ഞങ്ങൾക്ക് പ്രശ്നമാവില്ലേ എന്നൊക്കെ ഇയാൻ ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉറപ്പ് നൽകാൻ പറ്റുമോ എന്ന് ദോ ചോദിക്കും. ഇയാനും ഹീജുവിനും രണ്ടുപേർക്കും അതിനൊരു ഉറപ്പ് നൽകാൻ കഴിയില്ല. ഇപ്പൊ ഒരു സെക്രട്ടറി വന്ന് മിന്നിനെ വിളിച്ചു കൊണ്ടുപോകും. തേജുവും ദോയങ്ങും കൂടി ഈ ന്യൂസ് ഒക്കെ കണ്ട് ഇങ്ങനെ ഒരു കോൺട്രാക്ട് മാരേജ് ആണെങ്കിൽ അവൾ എന്തിനാ എനിക്ക് ബിസിനസ് നൽകിയത്? അന്ന് അവർ കിസ് ചെയ്തതും അവൾ ബോധം കെട്ട് വീണതും ഒക്കെ ഫേക്ക് ആയിരുന്നോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അവർ രണ്ടുപേരുടെ ഫോണിലേക്കും ഒരു മെസ്സേജ് വരും. ആ മെസ്സേജ് വായിച്ച് അവർ ടിവിയിൽ ന്യൂസ് ഇടുമ്പോൾ ഹീജുവിന് അവാർഡ് കിട്ടിയത് പ്രിൻസ് ചെയ്യാൻ ഫേവറിസം കൊണ്ട് കൊടുത്തതാണെന്നും കിങ്ങിന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് ഹീജു റെഡ് ഡ്രസ് ഇട്ട് വന്നതുകൊണ്ട് അവിടെ ഉണ്ടായ ഫയർ ഇൻസിഡന്റിൽ ഹീജുവിന്റെ പങ്കുണ്ടെന്നും ഒക്കെ ന്യൂസിൽ ഇപ്പൊ പറയും. ടി വി ഒക്കെ ഓഫ് ചെയ്ത് അവൾ ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിക്കും. എന്നെ ഇതിനു മുമ്പാരും ഇങ്ങനെ റെസ്പെക്ട് ചെയ്തിട്ടില്ല. എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നത് നിന്നെയല്ലേ, നിനക്ക് പേടിയുണ്ടോ എന്ന് ഹീജു ചോദിക്കുമ്പോൾ അവൻ അവന്റെ ഫ്ലാഗ് ഒക്കെ നോക്കിക്കൊണ്ട് അവന് പേടിയുണ്ടെന്ന് പറയും. അവനോടുള്ള റെസ്പെക്ട് അവൾക്കൊരു പ്രശ്നമാകുമോ എന്നാണ് ഇപ്പൊ ഇയാന് പേടി. മിന്ന അവിടേക്ക് വന്ന് അവരോട് പാലസിലേക്ക് പോകാൻ വേണ്ടി പറയും. ക്രൗൺ പിടിച്ചെടുക്കാൻ വേണ്ടി ഇയാനായിരിക്കും അന്ന് ഫയർ ഇൻസിഡന്റ് നടത്തിയത് എന്നൊക്കെ കോൺട്രവേഴ്സി സ്പ്രെഡ് ആയിട്ടുണ്ടാകും. അതുകൊണ്ട് നാളെ പാലസിന് മുന്നിൽ പ്രൊട്ടസ്റ്റ് ഉണ്ടാകും. ആദ്യം നിങ്ങളുടെ സേഫ്റ്റിയാണ് നല്ലത്, നിങ്ങൾ പാലസിലേക്ക് പോകണം എന്നൊക്കെ മിൻ പറയും. ഇതിന്റെയൊക്കെ പുറകിൽ ക്യൂൻ മദർ ആയിരിക്കും. ഹീജു മിയാനും പാലസിലേക്ക് എത്തുമ്പോൾ അവരോട് പെട്ടെന്ന് തന്നെ കൗൺസിൽ ഹാളിലേക്ക് ചെല്ലാൻ വേണ്ടി ദോ പറയും. ഈ പ്രശ്നം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി റോയൽ റിലേറ്റീവ്സിനെ എല്ലാം ക്യൂൻ മദർ കൗൺസിൽ ഹാളിലേക്ക് വിളിച്ചു വെച്ചിട്ടുണ്ടാകും. അവിടെ എത്തുന്ന ഇയാൻ നമുക്ക് ഈ പ്രോബ്ലം പ്രൈവറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ക്യൂൻ മദർ അതൊന്നും സമ്മതിക്കുന്നില്ല. ഇപ്രാവശ്യം നിന്നെ ക്ഷമിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ക്യൂൻ മദർ ഇയാനോട് ദേഷ്യപ്പെടും. കോമണറായ ഹീജു പാലസിലേക്ക് വന്നതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നമുണ്ടായതെന്ന് പറഞ്ഞ് ഹീജുവിനോട് ദേഷ്യപ്പെടുമ്പോൾ ഇയാൻ ഒരുപാട് ദേഷ്യം വരും. പക്ഷെ ഹീജു ഇയാനെ തടഞ്ഞു നിർത്തും. അവരെ രണ്ടുപേരെയും കുറ്റം പറഞ്ഞതിനു ശേഷം ഹ്യോങ്ങിനോടും ദോയോടും അവരെ രണ്ടുപേരെയും അവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി ക്യൂൻ മദർ കമാൻഡ് ചെയ്യും. അവിടുന്ന് പുറത്തു വരുന്ന ഇയാൻ വളരെ ദേഷ്യത്തിൽ അവന്റെ റൂമിലേക്ക് പോകും. ഹീജു അവനെ ഫോളോ ചെയ്തു പോകുമ്പോൾ ഞാൻ ഓക്കെ ആണെന്ന് ഇയാൻ പറയുമ്പോൾ ഹീജു അവന്റെ കൈയൊക്കെ നോക്കും. അവന്റെ ദേഷ്യമൊക്കെ അവൻ കൺട്രോൾ ചെയ്ത് അവന്റെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടാകും. ഹ്യോങ്ങിനോട് മരുന്നെടുക്കാൻ പറയാം എന്നും പറഞ്ഞ് ഹീജു പോകാൻ നിൽക്കുമ്പോൾ ഇയാൻ അവളെ ചേർത്ത് പിടിച്ച് ഞാൻ ഓക്കെ ആണെന്ന് പറയും. അടുത്ത ദിവസം ദോ പാലസിലേക്ക് വരുമ്പോൾ നമുക്കൊരു പുതിയ പ്രോബ്ലം ഉണ്ടെന്നും പറഞ്ഞ് ഹ്യോങ് അവന്റെ ഫോൺ കാണിച്ചു കൊടുക്കുന്നു. മാരേജിന്റെ അന്ന് ഹീജ് ബോധം കെട്ടി വീണതൊക്കെ അവൾ ഫേക്ക് ചെയ്തതാണെന്നാണ് ഇപ്പൊ ന്യൂസ് വന്നിരിക്കുന്നത്. പാലസിന് മുന്നിൽ ആളുകളെല്ലാം കൂടി റീജൻ സ്ഥാനത്ത് നിന്നും ഇയാൻ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തുകയാണ്. ഇയാനും മിന്നും സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ മാരേജ് ഫേക്ക് ആയിരിക്കാം, പക്ഷെ ഞങ്ങൾ ആളുകൾക്ക് മുന്നിൽ കാണിച്ചതെല്ലാം ജെന്യൂൻ ആണ്. ഹീജ് അന്ന് ബോധം കെട്ടി വീണതെല്ലാം ജെന്യൂൻ ആണ്. അതുകൊണ്ട് ഈ കാര്യമെല്ലാം മീഡിയയ്ക്ക് മുമ്പിൽ പറയണം. ഇനിയും അവൾക്കൊരു പ്രശ്നം വരെ സമ്മതിക്കില്ല എന്നൊക്കെ ഇയാൻ പറയുമ്പോൾ ക്രൗൺ അവനെ പിടിച്ചെടുക്കാൻ നോക്കുകയാണെന്ന് ന്യൂസ് വന്നതിൽ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്ന് മിൻ ചോദിക്കും. അഥവാ എനിക്ക് ക്രൗൺ വേണം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ മിന്നിന്റെ റെസ്പോൺസ് എന്തായിരിക്കും എന്ന് ഇയാൻ ചോദിക്കുമ്പോൾ ആളുകളുടെ സപ്പോർട്ട് ഇല്ലാത്ത കിങ്ങിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നായിരിക്കും എന്റെ റെസ്പോണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടിയും ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടിയും റീജന്റ് എന്ന സ്ഥാനത്ത് നിന്നും ഒഴിയാൻ വേണ്ടി മിൻ അവനോട് റിക്വസ്റ്റ് ചെയ്യും. കോൺട്രാക്ട് ലീക്ക് ആവുന്നതിന്റെ 5 ദിവസം മുന്നുള്ള ഇൻസിഡന്റ് കാണിക്കുമ്പോൾ ഇയാന്റെ റെസിഡൻസിലെ സ്പൈയെ മിന്നെ വിളിപ്പിച്ചിരുന്നല്ലോ. അവളുടെ അമ്മ ഒരു ആൽക്കഹോളിക് ആണ്. അവളുടെ ബ്രദറിനാണെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം. ഇയാന്റെ ഡ്രിങ്ക്സിൽ അവൾ മെഡിസിൻ ഇട്ടില്ലെങ്കിൽ അവളുടെ അനിയന്റെ ട്രീറ്റ്മെന്റ് നടക്കില്ല എന്നൊക്കെ
പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത് എന്നൊക്കെ അവൾ പറഞ്ഞ റെക്കോർഡിങ്സ് ഇപ്പൊ മിന്നിന്റെ അടുത്തുണ്ട്. ഇതൊക്കെ കേട്ടതിനു ശേഷം എന്തിനാണ് അവർ ഇയാനെ കൊല്ലാൻ നോക്കുന്നത് എന്ന് എത്ര ആലോചിച്ചും മിന്നിന് മനസ്സിലാവില്ല. അടുത്ത ദിവസം മിൻ ക്യൂൻ മദറിന്റെ അടുത്ത് വന്ന് ഇംപിയോങ് ആണ് ഇയാനെ ഡ്രിങ്ക്സിൽ മെഡിസിൻ ചേർക്കാൻ ആ സ്റ്റാഫിന് പൈസ കൊടുത്തത് എന്നുള്ളതിന് തെളിവുണ്ട്. ഈ ക്രൈമില് ക്യൂൻ മദർ സസ്പെക്ട് ആണെന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് ഇയാൻ എത്തിയിട്ടുണ്ടെന്ന് കോർട്ട് ലേഡി അനൗൺസ് ചെയ്യും. ഇയാൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടാകുമോ എന്ന് ക്യൂൻ മദർ പേടിച്ച് നിൽക്കുമ്പോൾ ഇപ്പോ ഇയാനൊന്നും അറിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി വരെയാണ് നിങ്ങൾക്ക് സമയമുള്ളത്, അതിനു മുമ്പ് എനിക്ക് ഉത്തരം തരണമെന്നും പറഞ്ഞ് മിൻ അവിടുന്ന് പോകും. മിൻ കൊടുത്ത ഫയലൊക്കെ ക്യൂൻ മദർ അവിടെ ഒളിപ്പിച്ചു വെക്കും. ഇയാൻ അവിടേക്ക് വന്നത് ഹീജുവിനോട് സ്റ്റേ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സിന് വേണ്ടിയായിരിക്കും. ക്യൂൻ മദർ ടെൻസ്ഡ് ആയിരിക്കുന്നത് കണ്ട് നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ഇയാൻ ചോദിക്കുമ്പോൾ മാരേജിന്റെ അന്ന് ഹീജു ബോധം കെട്ട് വീണു. ഇപ്പൊ ഇവിടുത്തെ സെർവൻസിനെ ഒക്കെ നീ ചേഞ്ച് ചെയ്യാനും പറയുന്നു. ഇതൊക്കെ പാലസിന്റെ അഭിമാനത്തെ ബാധിക്കില്ലേ എന്നാണ് ക്യൂൻ മദർ പറയുക. മിൻ അതിൽ നടക്കുമ്പോൾ ഹീജു അവനെ വിളിക്കും. നീ ഇത്ര പെട്ടെന്ന് പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയോ എന്ന് മിൻ ചോദിക്കുന്നത് കേട്ട് നീ കൂടി ഇങ്ങനെ പറയല്ലേ, പാലസിലെ എല്ലാവരും ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നത് കേട്ട് എന്റെ ചെവിയൊക്കെ വേദനിക്കുന്നു എന്ന് ഹീജു പറയും. ഹീജു അവനെ മാറ്റി നിർത്തി റോയൽ ഹോസ്പിറ്റൽ സേഫ് ആണോ, വേണമെങ്കിൽ കാസ്റ്റൽ ഗ്രൂപ്പിന്റെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് നടത്താം എന്നൊക്കെ പറയുന്നത് കേട്ട് ഇയാന്റെ കാര്യത്തിൽ അവൾക്ക് ഇത്രയ്ക്ക് ശ്രദ്ധയുണ്ടോ എന്ന് മിൻ ചോദിക്കുമ്പോൾ ഈ മാരേജ് ഫേക്ക് ആണെന്ന് നിനക്കറിയില്ലേ, ഈ രാജ്യത്തിനെ ഫുള്ളും പറ്റിക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇവിടുത്തെ സ്റ്റാഫിനെ പറ്റിക്കണ്ടേ എന്നായിരിക്കും ഹീജു പറയുക. എന്നെയും നീ പറ്റിക്കാൻ നോക്കുകയാണോ എന്ന് മിൻ ചോദിക്കുന്ന സമയത്ത് അവിടേക്ക് സ്റ്റാഫ് വന്ന് മിന്നിനെ വിളിച്ചു കൊണ്ടുപോകും. ക്യൂൻ മദർ ഇംപിയോങ്ങിന്റെ അടുത്ത് വന്ന് ആ ഫയല് കാണിച്ച് അതിനൊക്കെ മറുപടി പറയാൻ പറയും. ഇത് നിനക്ക് എവിടെന്നാ കിട്ടിയത് എന്ന് ഇംപിയോങ് ചോദിക്കുന്നത് കേട്ട് ഇയാനെ കൊല്ലാൻ നോക്കിയതൊക്കെ ഇംപിയോങ് ആണെന്ന് ക്യൂൻ മദറിന് മനസ്സിലാകും. നിങ്ങൾ ഇതൊക്കെ എന്തിനാ ചെയ്തത്, ഇത് കാരണം എനിക്കും നിങ്ങൾക്കും കിങ്ങിനും എന്തൊക്കെ പ്രശ്നം വരുമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ ലേറ്റ് കിങ്ങിനെ കൊന്നത് നീയാണെന്ന് അറിഞ്ഞാൽ നിനക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടാകും എന്ന് ഇംപിയോങ് ചോദിക്കും. ലേറ്റ് കിങ് മരിച്ചതുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, ഞാൻ ആ പേപ്പർ മാത്രമേ കത്തിച്ചിട്ടുള്ളൂ എന്ന് ക്യൂൻ മദർ പറയുമ്പോൾ നീ ഈ പറയുന്നതൊക്കെ ആരെ വിശ്വസിക്കാനാ, നീ ആ പേപ്പർ കത്തിച്ചു, അതിൽ നിന്നാണെങ്കിലോ ആ ഫയർ ഇൻസിഡന്റ് ഉണ്ടായത് എന്ന് ഇംപിയോങ് പറയും. ഇപ്പൊ അവളുടെ സ്വന്തം അച്ഛൻ തന്നെ അവൾക്ക് ഭീഷണിയായി മാറിയിരിക്കും. നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇയാനെ അവിടുന്ന് ഒഴിവാക്കണം, അതുകൊണ്ട് ഇത് നിനക്ക് ആരാ തന്നത് എന്ന് ഇംപിയോങ് അവളോട് ചോദിക്കും. മിൻ അവന്റെ ഓഫീസിലെ ക്യൂൻ മദറിന്റെ മറുപടിക്കായിട്ട് വെയിറ്റ് ചെയ്യുകയായിരിക്കും. ക്യൂൻ മദറിന്റെ കോൾ വന്നിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കണക്ട് ചെയ്യാം എന്ന് സ്റ്റാഫ് പറയും. അതേ സമയം തന്നെയാണ് ഹീജുവും അവന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. അടുത്ത ദിവസം മിൻ അവന്റെ ഫാദറിന്റെ ഓർമ്മസ്ഥലത്ത് വന്നതായിരിക്കും. അവിടേക്ക് അവനെ കാണാൻ ക്യൂൻ മദറും വരും. ഇപ്പൊ നടന്ന ഇൻസിഡന്റിൽ നിനക്ക് എന്നെയും സംശയമുണ്ട് എന്നല്ല നീ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആ ഫയൽ നീ ഇയാന് കൊടുക്കാതെ എന്റെ അടുത്ത് കൊണ്ടുവന്നു, നിനക്ക് ഹീജുവിനെ കിട്ടാനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ കോൺട്രാക്റ്റിന്റെ പേപ്പർ ക്യൂൻ മദർ ആയിരിക്കും അവന് കൊടുക്കുക. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് മിൻ ചോദിക്കുമ്പോൾ പിന്നീട് ഹീജുവും ഇയാനും ഒന്നായാൽ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ക്യൂൻ മദർ പറയുമ്പോൾ ഹീജുവിന് ഇപ്പൊ അവനോട് ഇഷ്ടമുള്ളതും അവളെ ഇഷ്ടമാണെന്ന് ഇയാൻ പറഞ്ഞതുമൊക്കെ മിൻ ആലോചിക്കും. ഇതിൽ തീരുമാനമെടുക്കാൻ വേണ്ടി നിനക്ക് ഇന്ന് രാത്രി ഒരു സമയമുണ്ടെന്നും പറഞ്ഞ് ക്യൂൻ മദർ അവിടുന്ന് പോകും. ഇപ്പൊ പ്രസന്റ് കാണിക്കുമ്പോൾ മിൻ ഇയാനോട് അവന്റെ റീജൻസി ഒഴിവാവാൻ വേണ്ടി പറയും. നിനക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നമൊക്കെ നീ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യണം, നിന്റെ പ്രശ്നത്തിന്റെ കൂടെ രാജ്യത്തിനെ കൂടി തകർക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല, എന്റെ ഡ്യൂട്ടി ഈ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് എന്നൊക്കെ മിൻ പറയും. ഇയാന്റെ റീജൻസി സ്ഥാനത്ത് നിന്നും പിന്മാറാൻ വേണ്ടി മിൻ പറഞ്ഞ കാര്യമൊക്കെ ഹ്യോങ് ഇപ്പോ ഹീജുവിനോട് പറയും. മിന്നിനെ ഞാൻ ഒരുപാട് വിശ്വസിച്ചതായിരുന്നു, നമുക്കിപ്പോ ഹെൽപ്പ് വേണ്ട സമയത്ത് അവൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ ഹ്യോങ് പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടേക്ക് കോർട്ട് ലേഡി വന്ന് ഹീജുവിനെ ക്യൂൻ മദർ വിളിക്കുന്നുണ്ടെന്ന് പറയും. ഹീജുവും ക്യൂൻ മദറും സംസാരിക്കുമ്പോൾ നിന്നെ കണ്ടുമുട്ടുന്നത് വരെ ഇയാൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരുന്നു, ഇപ്പൊ നിങ്ങളുടെ ഈ അവസ്ഥ കണ്ട് നിനക്ക് എന്ത് തോന്നുന്നു, നിങ്ങളുടെ ഈ മാരേജ് കൊണ്ട് ഇയാൻ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ക്യൂൻ മദർ ചോദിക്കുമ്പോൾ നിങ്ങൾ ആ കോൺട്രാക്ട് വായിച്ചിരുന്നില്ലേ, അതില് ഇയാന് എന്നിൽ നിന്നും എന്തെങ്കിലും വേണമെന്ന് എഴുതിയിട്ടില്ലല്ലോ, 3 വർഷം ഇയാന്റെ കൂടെ എന്നോട് നിൽക്കാൻ പറഞ്ഞു, ഞാൻ അതുപോലെ ചെയ്തു എന്ന് ഹീജു പറയും. ദോ ഇയാനോട് കിങ്ങിന്റെ ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലാൻ വേണ്ടി പറയും. പബ്ലിക്കിന്റെ പെറ്റീഷനൊക്കെ ആയിട്ട് ഇംപിയോങ് അവിടെ ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടേക്ക് ചെല്ലാൻ പറയും. കിങ്ങിന്റെ ക്വാർട്ടേഴ്സിലേക്ക് വരാൻ വേണ്ടി അവൾ ഹ്യോങ്ങിന് മെസ്സേജ് അയക്കും. ന്യൂസ് റിപ്പോർട്ടൊക്കെ കിങ്ങിന് മുമ്പിൽ വെച്ച് ഇയാനെ കുറിച്ച് ഇംപിയോങ് കംപ്ലൈന്റ് പറയുമ്പോൾ അങ്കിൾ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് കിങ് പറഞ്ഞത് കേട്ട് ഇപ്പോഴത്തെ ന്യൂസ് ഒന്നും നീ കണ്ടില്ലേ, കിങ് വളരെ വീക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നും പറഞ്ഞ് ഇംപിയോങ് ആ കുട്ടിയെ വഴക്ക് പറയും. അത് കേട്ട് ആ കുട്ടി കരയും. ആ സമയത്താണ് ഇയാൻ അവിടേക്ക് വന്നിട്ടുണ്ടെന്ന് കോർട്ട് ലേഡി അനൗൺസ് ചെയ്യുന്നത്. ഇയാൻ അവിടേക്ക് ദേഷ്യത്തിൽ വന്ന് ഇംപിയോങ്ങിന്റെ ഡ്രസ്സിൽ പിടിച്ച് കിങ്ങിനെ ഭീഷണിപ്പെടുത്താൻ നിനക്ക് എത്രയ്ക്ക് ധൈര്യമുണ്ടെന്ന് ചോദിക്കും. എന്നിട്ട് കോർട്ട് ലേഡിയോട് കിങ്ങിനെ അവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി പറയും. ഇയാൻ പറഞ്ഞത് കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കിങ്ങിനെ കോർട്ട് ലേഡി അവിടുന്ന് കൊണ്ടുപോകും. അവിടേക്ക് ഹീജുവും ഹ്യോങ്ങും എത്തും. ഇംപിയോങ്ങിനെ വിടാൻ വേണ്ടിയൊക്കെ ഹീജു അവനോട് പറയും.
ഞാൻ കിങ് ആവുമെന്ന് നിനക്ക് പേടിയുണ്ടോ? അതിനു വേണ്ടിയാണോ എന്നെ പാലസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നീ നോക്കുന്നത്? നിനക്ക് എന്നെ നേരിടണമെങ്കിൽ ആദ്യം നീ എന്നെ കൊല്ലണം എന്ന് പറഞ്ഞ് ഇയാൻ അവനെ വിടും. ഇനി കിങ്ങിനെ ഉപദ്രവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് ഇയാൻ അവിടുന്ന് പോകും. ഇയാൻ പുറത്തു വരുമ്പം കിങ് അവനെയായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. കിങ്ങിനെ കാണുമ്പോൾ 3 വർഷം മുമ്പ് നടന്ന ഇൻസിഡന്റ് ഇയാൻ ഓർക്കും. ലേറ്റ് കിങ്ങിനെ കാണാൻ വേണ്ടി ഇയാൻ വരുമ്പം ക്യൂൻ അവിടെ ഉള്ളത് കൊണ്ട് ഇയാനോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയും. ആ സമയത്തായിരിക്കും ആ കുട്ടി അങ്ങോട്ട് വരുന്നത്. ആ കുട്ടിയുടെ കൂടെ ഇയാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ നിന്നും പഴയ കിങ് ഇയാന്റെ പേരിൽ രാജ്യം എഴുതി വെച്ചതിന് ക്യൂനും കിങ്ങും കൂടി വഴക്ക് കൂടുന്നതൊക്കെ ഇയാൻ കേട്ടിട്ടുണ്ടാകും. ഇവരുടെ വഴക്ക് കേട്ട് ആ കുട്ടി കരയുമ്പോൾ ഇയാൻ അവനെ ആശ്വസിപ്പിക്കും. ഇപ്പൊ ഇയാന്റെ അടുത്തേക്ക് കിങ് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരയും. നിനക്ക് എപ്പോ പേടി തോന്നിയാലും ഉടനെ എന്റെ അടുത്ത് വരാമെന്നും പറഞ്ഞ് ഇയാൻ അവനെ ആശ്വസിപ്പിക്കും. അവര് റൂമിലേക്ക് വരുമ്പോൾ കുറച്ചു മുന്നേ ഇയാൻ അങ്ങനെ ചെയ്തതിനൊക്കെ ഹീജുവിനോട് ഇപ്പൊ അവൻ സോറി ചോദിക്കുമ്പോൾ നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, എന്തെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് അവൾ പറയും. ദോയും ഹ്യോങ് നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ദോ ചോദിക്കുമ്പോൾ പെട്ടെന്ന് എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എനിക്ക് ഫ്ലവേഴ്സ് ഒരുപാട് ഇഷ്ടമാണെന്ന് ഹ്യോങ് പറയും. നിന്നെ കുറിച്ചല്ല ഇയാനെ കുറിച്ചാണ് ചോദിച്ചത് എന്ന് ദോ പറയുന്നത് കേട്ട് ഇയാന് ബ്ലാക്ക് ടീ ഇഷ്ടമാണ്, അവന് ചോക്ലേറ്റും ഇഷ്ടമാണ്, മ്യൂസിക്കും സെന്റും ഒന്നും അവന് ഇഷ്ടമല്ല എന്നൊക്കെ ഹ്യോങ് അവൾക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ അവൾക്ക് എന്താണ് ഇഷ്ടമെന്ന് ഹ്യോങ് ചോദിക്കുമ്പോൾ ദോ ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ട് ഞാൻ വെറുതെ ചോദിച്ചതാണെന്നും പറഞ്ഞ് ഹ്യോങ് അവിടുന്ന് പോകും. ഇയാൻ ഉറങ്ങുമ്പോൾ ഹീജു അവൻ്റെ അടുത്ത് വന്നിരിക്കും. അവള് കാരണം ഇയാന്റെ ലൈഫ് തകരുമോ എന്നാണ് അവൾ പേടിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ ഹീജുവിന്റെ ഫോണിലേക്ക് തേജു വിളിച്ച് ഇപ്പോഴത്തെ പ്രശ്നം കാരണം അവളുടെ ബിസിനസ്സിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ട് അവളോട് പെട്ടെന്ന് തന്നെ അവിടേക്ക് വരാൻ പറയും. ഇയാനും ദോയും അവിടേക്ക് വന്ന് കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛന് സുഖമില്ല, അതുകൊണ്ട് അച്ഛനെ കാണാൻ പോകണമെന്ന് ഹീജു പറയും. എന്നാൽ ഞാൻ കൂടി വരാം എന്ന് ഇയാൻ പറയുന്നത് കേട്ട് നീ വന്നാൽ അവിടെ ഫുൾ ആളുകളായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്നും പറഞ്ഞ് അവർ രണ്ടുപേരെയും ഹീജു പറഞ്ഞയച്ച് അവൾക്ക് പോകാൻ വേണ്ടി ഒരു കാർ റെഡിയാക്കാൻ വേണ്ടി ഹ്യോങ്ങിനോട് പറയും. എസ്കോർട്ട് കാർ ഒന്നുമല്ല, അവൾക്ക് ഓടിക്കാൻ പറ്റിയ ഒരു നോർമൽ കാർ. ഹീജു സ്പീഡിൽ കാർ ഓടിക്കുമ്പോൾ ഹ്യോങ് പേടിച്ചൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അവള് നേരെ വരുന്നത് മിന്നിന്റെ ഓഫീസിലേക്കാണ്. പാലസും കമ്പനിയും എല്ലാം ഇപ്പൊ പ്രശ്നത്തിലാണ്, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് അവൾ മിന്നിനോട് ചോദിക്കും. ഇപ്പൊ നീ ഒന്നും ചെയ്യണ്ട, നിനക്ക് പ്രശ്നം പറ്റാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം എന്ന് മിൻ പറഞ്ഞത് കേട്ട് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത് എന്ന് ഹീജു പറയും. നീയും ഇയാനുമായിട്ടുള്ള റിലേഷൻ ഇപ്പൊ പ്രിറ്റൻഡ് ചെയ്യാണെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ എന്ന് മിൻ പറയുമ്പോൾ ഞാനിപ്പോ ഇയാനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഹീജു മിന്നിന്റെ മുന്നിൽ പറയും. അവനെ കുറിച്ചോർത്ത് അവളുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടാകും. അവിടുന്ന് അവൾ നേരെ വരുന്നത് അവളുടെ അച്ഛനെ കാണാനാണ്. അവൾ മുട്ടുകുത്തി സോറി പറയുമ്പോൾ നീ എന്താ ചെയ്യുന്നതെന്ന് തേജുവും ദോയോങ്ങും കൂടി ചോദിക്കും. എനിക്ക് കമ്പനി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ കാരണമാണ് കമ്പനിക്ക് ഇപ്പൊ ഇങ്ങനെ നഷ്ടമുണ്ടായത്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്നും ഈ പ്രാവശ്യത്തേക്ക് മാത്രമായിട്ട് എന്നെ സഹായിക്കണമെന്നും ഹീജു അവളുടെ അച്ഛനോട് റിക്വസ്റ്റ് ചെയ്യും. എല്ലാ കാര്യങ്ങളും എനിക്ക് ശരിയാക്കണമെന്നുണ്ട്, പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ അവൾ കരഞ്ഞുകൊണ്ട് പറയും. ഇപ്രാവശ്യം നിന്നെയാണോ പ്രിൻസിനെയാണോ ഹെൽപ്പ് ചെയ്യേണ്ടത് എന്ന് അവളോട് അച്ഛൻ ചോദിക്കും. ഇയാൻ വർക്ക് ചെയ്യുമ്പോൾ ദോ അവന് ബ്ലാക്ക് ടീ ഒക്കെ കൊണ്ടുകൊടുക്കും. കുറച്ചു ദിവസം അവനോട് ലീവ് എടുത്തോളാനും പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസിൽ നിന്നും അവന്റെ വർക്കൊക്കെ കുറയ്ക്കാൻ വേണ്ടി റിക്വസ്റ്റ് വന്നിട്ടുണ്ടെന്നും ഒക്കെ ദോ അവനോട് പറയും. ആ സമയം ഞാനിപ്പോ അവിടേക്ക് എത്തുമെന്ന് ഹീജുവിന് മെസ്സേജ് അവന്റെ ഫോണിലേക്ക് വരും. ഹീജുവിനോട് ഈ കാര്യങ്ങളൊന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇയാൻ അവിടുന്ന് പോവുക. ഹീജു സങ്കടത്തോടു കൂടിയായിരിക്കും അവന്റെ അടുത്തേക്ക് വരിക. പക്ഷെ ഇയാനാണെങ്കിൽ ഹീജുവിനെ കണ്ടപാടെ ഒരുപാട് സന്തോഷമാകും. അച്ഛനിപ്പോ എങ്ങനെയുണ്ട് എന്ന് ഇയാൻ ചോദിക്കുമ്പോൾ അവൾ ഓടിച്ചെന്ന് ഇയാനെ ഹഗ് ചെയ്യും. എന്തുപറ്റി, ഇതൊരു ഗിഫ്റ്റ് ആണോ എന്നൊക്കെ ഇയാൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവൾ അവനെ നോക്കി നമുക്ക് ഡിവേഴ്സ് ചെയ്യാമെന്ന് പറയും. നേരത്തെ ഹീജുവിന്റെ അച്ഛൻ ആരെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഒരു ഡൗട്ടുമില്ലാതെ ഇയാനെ ഹെൽപ്പ് ചെയ്യാനായിരിക്കും ഹീജു പറഞ്ഞത്. സെൽഫിഷായി അവൾ അങ്ങനെ പറയുന്നത് കേട്ട് അവരൊക്കെ ഷോക്കാകും. എനിക്ക് എന്നെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, പക്ഷെ അവനെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് കരഞ്ഞുകൊണ്ട് അവൾ അച്ഛനോട് റിക്വസ്റ്റ് ചെയ്യും. ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അവർ ഡിവേഴ്സ് ചെയ്യുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി അടുത്ത എപ്പിസോഡായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയുടെ വരുന്നവരെ ബൈ.